ഷോറൂം ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ഒരു ഇരട്ടത്താപ്പ് നയത്തെ പറ്റിയാണ് നിങ്ങളോട് സംസാരിക്കാൻ വന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഒരുപക്ഷെ നിങ്ങളും ഇതിനിരയായിട്ടുണ്ടാവും. ഇതിപ്പോൾ എൻ്റെ വാഹനം തട്ടിയതാണ്. ഈ വാഹനം തട്ടിയ സമയത്ത് ഞാൻ ഇൻഷുറൻസ് പുറത്തുനിന്നാണ് എടുത്തത്. ഷോറൂമുമായി ടൈപ്പ് ഇല്ലാത്ത ഇൻഷുറൻസ് കമ്പനി. എനിക്ക് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ആ ക്ലെയിമും കാര്യങ്ങളും എനിക്ക് കിട്ടി. പക്ഷേ നേരെ മറിച്ച് എൻ്റെ സുഹൃത്തിൻ്റെ ഒരു എക്സാമ്പിൾ ഇപ്പോൾ ഈ അടുത്ത് റീസെൻ്റ്ലി നടന്നു. അതിൻ്റെ കമ്പനിയുടെ കാര്യങ്ങളും മറ്റ് കാര്യങ്ങളുമായിട്ട് ഡീറ്റെയിൽ ഞാൻ പിന്നീട് പറഞ്ഞുതരാം. ഇതിപ്പോൾ ജസ്റ്റ് ഒരു വാർണിംഗ് വീഡിയോ ആയിട്ട് കണ്ടാൽ മതി. കാരണം ഇത്തരത്തിലുള്ള പരിപാടി ചെയ്യുന്നവർക്കല്ല ഇത് ഒരു താക്കീതാണ്. അത് ശക്തമായ രീതിയിൽ ആ ഇൻഷുറൻസ് കമ്പനി ഏതാണെന്നും ആ കമ്പനിയുടെ നിലപാട് എന്താണെന്നുള്ളത് വലിച്ച് കീറി ഞാൻ ഒട്ടിക്കും അടുത്ത വീഡിയോയിൽ. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു ഇൻഷുറൻസിൻ്റെ ഔട്ട്സൈഡ് ഇൻഷുറൻസ് എടുത്തു. അതവിടെ കൊണ്ടുപോയി ചെന്ന സമയത്ത് ഭയങ്കര കണ്ടീഷൻസാണ്. നേരെ മറിച്ച് നമ്മൾ ഷോറൂമിൽ നിന്നാണ് ടൈപ്പ് ഇൻഷുറൻസ് എടുക്കുന്നുണ്ടെങ്കിൽ നമ്മളിനിയിപ്പോൾ കൈകൊണ്ട് വരച്ചിട്ട് കൊണ്ടുവന്ന ചെന്നാലും ഈസി ആയിട്ട് ക്ലെയിം കിട്ടും. അത് നിങ്ങൾക്ക് തന്നെ അനുഭവമുള്ള കാര്യങ്ങളാണ്. ഒരുപാട് പേരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. അതിന്ന് കമൻറ്റ് ചെയ്യണേ ഓരോരുത്തരുടെ അനുഭവങ്ങൾ. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് ഇൻഷുറൻസ് എടുക്കുമ്പോൾ 10,000, 15,000, 20,000 രൂപ നമുക്ക് ലാഭം കിട്ടുന്ന രീതിയിൽ ഒരു ഇൻഷുറൻസ് എടുത്ത് നമ്മൾ ക്ലെയിമിന് വേണ്ടി ഷോറൂമിൽ ചെല്ലുന്ന സമയത്ത് അവിടുത്തെ സർവേയർമാർ വരുന്ന സമയത്ത് അവർക്ക് പ്രത്യേകമായിട്ടുള്ള രീതിയിലുള്ള കാരണം കണ്ടെത്തലുണ്ട്. അത് ശരിയായില്ല, ഈ വര അത് അങ്ങനെയാണ്, ഈ വര മാനിപ്പുലേറ്റ് ചെയ്തതാണ് സംശയമുണ്ട്, ആ വര മാനിപ്പുലേറ്റ് ചെയ്തതാണ് സംശയമുണ്ട്. നേരെ മറിച്ച് ഇൻഷുറൻസ് ഷോറൂമിൽ നിന്ന് എടുക്കുന്നുണ്ടെങ്കിൽ ഇനി എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും അവരത് പാസ്സാക്കി കൊടുക്കും. അപ്പോൾ ഈ ഒരു ഇരട്ടത്താപ്പ് നയം ചില ഇൻഷുറൻസ് കമ്പനികളും ചില ഇൻഷുറൻസിൻ്റെ സർവേയർമാരും ചില ആളുകളെ മാത്രം പോയിന്റ് ചെയ്തിട്ടാണ്. അപ്പോൾ എനിക്ക് ഒരു അനുഭവം, ഞാൻ തന്നെ നേരിട്ട് ഷോറൂമിൽ കൊണ്ടുവച്ചൊരു അനുഭവം നിലവിൽ നിൽക്കുകയാണ്. ആ ക്ലെയിം റിജക്റ്റ് ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് കമ്പനി എന്നാണ് ഞാൻ ഇന്റേണലി അറിഞ്ഞിട്ടുള്ളത്. അത് കൺഫേം ആയി കഴിഞ്ഞാൽ ആ കമ്പനിയുടെ ബ്രാൻഡ് നെയിമോ ആ കമ്പനി ഏതാണെന്നോ അതിൻ്റെ ഇരട്ടത്താപ്പ് നയം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പുറത്തുകൊണ്ടിരുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലത്തെ അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അനുഭവങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. നമുക്ക് അത് എല്ലാവർക്കും കൂടി ഡിസ്കസ് ചെയ്യാം.